ലൈഫ് പദ്ധതിയുടെ നൂലാമാലകളിൽ വീടെന്ന സ്വപ്നത്തിന്റെ പാതി വഴിയിലാണ് ചവറ സ്വദേശി സുഗതനും ഭാര്യ രമയും. വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ തട്ടിളക്കി മാറ്റാൻ പോലും തയ്യാറായില്ല. ശുചിമുറി സൗകര്യം പോലുമില്ലാതെ കഴിഞ്ഞ ഇവർക്ക് വീടിനോട് ചേർന്നുള്ള ശൗചാലയം നിർമ്മിച്ചു നൽകിയത് വേണാട് ചാനൽ പ്രവർത്തകനും ചവറ സിദ്ധാർത്ഥ സ്കൂൾ മാനേജരുമായ സാബു എസ് അമ്പരയാണ്. ചവറ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ താമസിക്കുന്ന സുഗതനും ഭാര്യ രമയുമാണ് ലൈഫ് ഭവന പദ്ധതിയുടെ വീടിന്റെ നൂലാമാലകളിൽ ഇപ്പോഴും കഴിയുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടും ഇപ്പോൾ താമസിക്കുന്ന വീടുമാണിത്. പുതിയ വീടിനായി പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു. 3 മാസം കൊണ്ട് നിർമ്മാണം തീരുമെന്ന പ്രതീക്ഷയിൽ ചെറിയ ഷെഡുണ്ടാക്കി മകനെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. സുഗതൻ കൂടുതൽ സമയവും ജോലി സ്ഥലത്തും അമ്മയും മകളും വീട്ടിലുമായി കഴിഞ്ഞു. ശുചിമുറി ഉൾപ്പെടെ പൊളിച്ചു നീക്കിയതിനാൽ 3 മാസത്തിനകം നിർമ്മാണം തീരുമെന്ന പ്രതീക്ഷയിൽ അയൽവീട്ടുകാർ അവരുടെ ശുചിമുറി ഉപയോഗിക്കാൻ അനുവാദവും നൽകി. എന്നാൽ ഇപ്പോൾ 1.5 വർഷം കഴിയുന്നു. വീടിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. കരാറുകാരനാകട്ടെ കോൺക്രീറ്റിന്റെ തട്ട് ഇളക്കി മാറ്റാൻ പോലും വന്നില്ല എന്നിടത്താണ് ഇവരുടെ ദുർഗതി. ഒരു താൽക്കാലികമായ ഒരു ഷെഡിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കോൺട്രാക്ട് ബാക്കി പറയുന്ന പൈസ കൊടുക്കാത്തത് മൂലം ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അത് പൈസ കൊടുക്കാതെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞു പോയത് മൂലം ഞാൻ വളരെ ദുരിതത്തിലാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഞാൻ കൂലിവേല തയ്യൽ ജോലി ചെയ്താണ് വീട് പുലർത്തുന്നത്. എനിക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു നിവൃത്തിയും ഇല്ല. എൻ്റെ മക്കളെയും കൊണ്ട് കയറി കിടക്കാനൊരില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കഴിയുന്നത്. സുഗതന്റെ അമ്മ മരിച്ചപ്പോൾ കിടത്തുന്നതിനായി ഒരു മുറിയിൽ സുഗതൻ തന്നെ സ്വന്തമായി തട്ട് ഇളക്കി മാറ്റി. ഈ സാഹചര്യത്തിലാണ് ചവറ വേണാട് ചാനലിന്റെ സജീവ പ്രവർത്തകനും ചവറ സിദ്ധാർത്ഥ സ്കൂളിന്റെ മാനേജരുമായ സാബു എസ് അമ്പര സുഗതന്റെ വീട്ടിലെത്തുന്നത്. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് വീടിനോടൊപ്പമുള്ള ശുചിമുറി പൂർത്തീകരിച്ചു കൊടുത്തു. ഈ അടുത്ത സമയത്താണ് സ്കൂളിലൊരു ഫംഗ്ഷൻ ഇടയ്ക്ക് സുഗതൻ്റെ ഭാര്യയും മകളും കൂടെ സ്കൂളിൽ വരികയും ചെറിയൊരു സഹായം ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ആവശ്യപ്പെട്ടത് അവർക്കൊരു വീട് വെച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ നിലവിലത്തെ അവരുടെ അവസ്ഥ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന വീട് പൊളിച്ചു കളയുകയും അവർ 4 അംഗങ്ങളുണ്ടെങ്കിലും മകൻ ഒരു ബന്ധുവീട്ടിൽ താമസിക്കുന്നു. സുഗതൻ ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ കുറവുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കിടക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് പല ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ മിക്കവാറുമൊക്കെ അവിടെ തന്നെ സ്റ്റേ എന്ന് ഞാൻ മനസ്സിലാക്കി. അമ്മയും മകളുമാണ് വീട്ടിൽ. അത് ഒരു ചെറിയ ഷെഡ് താൽക്കാലികമായി അടിച്ചതിനകത്ത് മഴവെള്ളമൊക്കെ വീണുകൊണ്ടിരിക്കുക. അതിൽ അവർ 2 പേരുടെ കഴിയുന്നതാണ് ഞാൻ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വന്നപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ബാത്റൂം ഫെസിലിറ്റി എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവർക്കതില്ല. അത് കാരണം തൊട്ടടുത്ത വീട്ടിൽ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് തൽക്കാലം അവർ ഉപയോഗിച്ചു. അല്ലെ 2-3 മാസം വെച്ച് വീട് പണി തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരത് ഉപയോഗിക്കാൻ സമ്മതിച്ചത്. ആ ഒരു കാര്യം ഞാനത് പൂർത്തീകരിച്ച് തരാനുള്ള ഒരു കാര്യം ചെയ്യാം. തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. ഞാൻ അന്നേരം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. സുഗതന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം വെള്ളം വീണ് ജനലും കട്ടളയും നശിക്കുന്നത് ഒഴിവാക്കാൻ ഒരു വരി കല്ല് വാർപ്പിന് മുകളിൽ വെക്കണം എന്നതാണ്. ഒപ്പം മുൻഭാഗത്തും പിന്നിലും കതകും ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടായാൽ ഭവന പദ്ധതിയുടെ നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെടാം. തറയിൽ ഒരു ടാർപ്പ വിരിച്ചെങ്കിലും കിടക്കാനും കഴിയും. സിദ്ധാർത്ഥ സ്കൂളിൽ മാനേജർ നേരിട്ട് പോയി ഞങ്ങൾ കണ്ടു സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും ഞാനും പറഞ്ഞത് അങ്ങനെയാണ്. നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് സത്യമാണെന്ന് ആണെങ്കിൽ മാത്രം ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് കണ്ട് അത് ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അത് ഇങ്ങനെ എല്ലാവരും കഴിയുന്ന ഏതെങ്കിലും സഹായങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മൊത്തം പണി പൂർത്തീകരിച്ച് തരാമെന്ന് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. സുരക്ഷിതമായി കിടക്കാൻ വീടില്ലാതെയും ശൗചാലയം എന്ന് പറയുമ്പോൾ അതുമില്ലാതെയുള്ള നിരവധി പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നന്മ പറ്റിയിട്ടില്ലാത്ത സമൂഹത്തിന് മുന്നിലേക്ക് സഹായം ആവശ്യമുള്ളവരെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ വേണാട് ന്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴവെള്ളം വീണ് അകത്തേക്ക് വീഴുകയും ഈ വീടിൻ്റെ ജനലുകളും കതവുകളൊക്കെ ചീത്തയാവുന്ന അവസ്ഥ. വീടിൻ്റെ ഡോറ് ഇട്ട് പൂർത്തിയാക്കാത്ത കാരണം പഞ്ചായത്തിൽ നിന്നുള്ള നിയമപ്രശ്നങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം മഴക്കാലം തുടങ്ങി, ഇനി അങ്ങോട്ട് കാലവർഷം വരിക. നിലവിലത്തെ അവസ്ഥയിൽ കയറി കിടക്കാൻ ഇടമില്ല. പഴയ താമസിക്കുന്ന പോയാൽ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാനിതിനകത്ത് വന്നത് യാദൃച്ഛമായിട്ടാണെങ്കിലും അറിയാവുന്നവരും എന്നെ അറിയാവുന്നവരും സുഗതനെ അറിയാവുന്നവരുമായ നല്ല മനസ്സുള്ളവർ സഹായിച്ച് ബാക്കി അവർക്ക് അത്യാവശ്യം ആ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് എല്ലാം ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഇത് കാണുന്നവരോട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.